ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന അഡോബ് ഇല്ലുസ്ട്രേറ്റർ CS6 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഞാനിവിടെ ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോഗോയ്ക്ക് ആവശ്യമായുള്ള ഇൻഫർമേഷൻസ് ഇവിടെയുണ്ട്. ഈ ഒരു 4 കളർ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ RGB കളർ മോഡിലാണ് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ കമ്പനിയുടെ നെയിം യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ യു എന്ന ലെറ്റർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിപ്സ് ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ ഷിഫ്റ്റ് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് കറക്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ഈ ഷേപ്പിന് ഇവിടുന്ന് ഐഡ്രോപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് എനിക്ക് ഈ ഷേപ്പിൻ്റെ കോപ്പി എടുക്കണം. അതിനായിട്ട് നമുക്ക് എഡിറ്റിൽ പോവാം. ഇവിടുന്ന് കോപ്പി സെലക്ട് ചെയ്യാം. ഞാൻ ഈ കോപ്പി ചെയ്തിട്ടുള്ള ഈ ഷേപ്പിനെ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഈ റൗണ്ട് ഷേപ്പിൻ്റെ 4 പോർഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. ഇവിടെ 2 ഷേപ്പിനെ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്ത് ഫൈൻഡർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് 3ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഇന്റർസെക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മുൻപ് കോപ്പി ചെയ്തിട്ടുള്ള ഷേപ്പിനെ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് വീണ്ടും എഡിറ്റിൽ പോവാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേസ്റ്റ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതിലൂടെ മുൻപ് ഷേപ്പിനെ കോപ്പി ചെയ്തിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെ ഈ ഷേപ്പ് വീണ്ടും പ്ലേസ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഷോർട്ട് കീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഷേപ്പ് പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പിനെ മുൻപ് കട്ട് ചെയ്തിട്ടുള്ള ഷേപ്പിൻ്റെ താഴേക്ക് മൂവ് ചെയ്യണം. അതിനായിട്ട് ലെയർ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാൻ ഷേപ്പിനെ മൂവ് ചെയ്ത് താഴേക്ക് വെക്കുന്നുണ്ട്. ഇവിടെ 2 ഷേപ്പുകൾക്ക് ഒരേ കളറാണ്, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ഈ ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടുന്ന് കളറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിനെയും കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ 2 ഷേപ്പുകളെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. വീണ്ടും പാത്ത് ഫൈൻഡറിൽ പോയിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഷേപ്പ് കൂടി കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും റൗണ്ട് ഷേപ്പിനെ ഇവിടേക്ക് പേസ്റ്റ് ഇൻ പ്ലേസ് ചെയ്യാം. ഈ ഷേപ്പിനെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഷേപ്പിനെ നമുക്ക് മറ്റുള്ള ഷേപ്പിൻ്റെ താഴേക്ക് മൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷേപ്പിനെ വീണ്ടും കട്ട് ചെയ്യണം. നമ്മൾ മുൻപ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ഇനി റൗണ്ട് ഷേപ്പ് കൊണ്ട് കട്ട് ചെയ്യാം. ഞാൻ ഈ ഷേപ്പിനെ ആൾട്ട് കീ പ്രസ് ചെയ്തൊരു കോപ്പി കൂടി എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ കറക്റ്റായിട്ട് ഈ ഷേപ്പിനെ അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ 2 ഷേപ്പിൻ്റെയും ഈ 2 പോയിന്റുകൾ കറക്റ്റായിട്ടാണ് അലൈൻ ആയിട്ടിരിക്കുന്നത്. ഈ 2 ഷേപ്പുകളെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് പാത്ത് ഫൈൻഡർ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ കൂടി ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ ഷേപ്പിനെ പേസ്റ്റ് ഇൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ കളർ പിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിനെ റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ ഇവിടെ 2 പോയിന്റിലും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ 2 ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് പാത്ത് ഫൈൻഡർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഞാൻ ഈ ഷേപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഷേപ്പിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യാം. ഇവിടുന്ന് റിഫ്ലക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെർട്ടിക്കലാണ് നമുക്ക് ആവശ്യം. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലോഗോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലോഗോയുടെ താഴേക്കുള്ള ഇൻഫർമേഷൻസും അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസും അല്പം ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വേർഡിന് ഇതേ കളർ പിക്ക് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു വേർഡിന് നമുക്ക് ഈ കളറും പിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡീറ്റെയിലിൻ്റെ സൈസ് അല്പം റെഡ്യൂസ് ചെയ്യാം. ഇനി ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൻ്റെയും കറക്റ്റ് അലൈൻമെൻറ്റ് നമുക്ക് സെൻറ്ററായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലോഗോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക.